കോട്ടയത്തൊരു കോടതിയിൽ ഒരു വനിതാ ജഡ്ജിനെ കുറെ അഭിഭാഷകർ ചീത്ത വിളിച്ചു, പച്ചപ്പുലഭ്യം വിളിച്ചു. പച്ചപ്പുലഭ്യം ഒരു ജഡ്ജിയെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സടകുടഞ്ഞെഴുന്നേറ്റു. എന്നിട്ട് പിന്നെ കേരള ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് കോടതിയലക്ഷ്യ കേസ് 30 അഭിഭാഷകർക്കെതിരെ എടുത്തു, സുവമോട്ടോ എടുത്തു. അപ്പൊ അവിടെ സുവമോട്ടോ ഉണ്ട്. ജഡ്ജി സമൂഹത്തിനെതിരെ എന്തെങ്കിലും മോശമായി നടന്നാൽ അവിടെ സുവമോട്ടോ ഉണ്ട്. പക്ഷെ സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതി ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന കേരള ഗവർണറെ തെമ്മാടി എന്ന് വിളിക്കുമ്പോഴും എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കാണാത്തത്, സ്വമേധയാ കേസെടുക്കാത്തത്? അവസാനമായി എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ ജുഡീഷ്യറിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്നാണ്. സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അതാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന രക്ഷിതാവാണ് കോടതി എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ കോടതിക്കെതിരെ വരുമ്പോൾ കാണുന്നു, ജഡ്ജിയെ പുലഭ്യം പറയുമ്പോൾ സുവമോട്ടോ കേസെടുക്കുന്നു. പക്ഷേ ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരു പ്രതി കേരളത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ തെമ്മാടി, ചെറ്റ, മയക്കുമരുന്നടിക്കുന്നവരെന്ന് വരെ വിളിക്കുമ്പോഴും കേരളത്തിലെ മുഴുവൻ ആളുകളും കാണുമ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതി കാണുന്നില്ല. എന്നു മാത്രമല്ല, അവസാനമായി എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത്, ഈ ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതി 2023 മാർച്ച് മുതൽ അയാൾ എല്ലാവരെയും തെറിയും ചീത്തയും വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുകയാണ്. ആ കേസ് ഹൈക്കോടതിയിലെ 2 സീനിയർ ന്യായാധിപന്മാർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തീർക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട ആ ഹൈക്കോടതി ജഡ്ജിയോട്, ഇപ്പോൾ അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ജഡ്ജ്, ആ ജഡ്ജിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഞാനതെടുത്ത് പരിശോധിച്ചു. ആ ജഡ്ജിനോട് എനിക്ക് മനോവ്യഥയോടുകൂടി പറയാനുള്ളത്, PM ആർഷോ എന്ന് പറയുന്നയാൾ കോടതിയുടെ മുന്നിൽ പൗരനാണ്, അല്ലാതെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നിഷേധിക്കപ്പെട്ട PM ആർഷോയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്ത് അയാളെ ജയിലിലാക്കിയില്ലെങ്കിൽ, അയാളെ അഴിക്കുള്ളിലാക്കിയില്ലെങ്കിൽ കോടതി PM ആർഷോയെ പൗരനായിട്ടല്ല SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് കാണുന്നത് എന്നുള്ള ആരോപണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയരും. അങ്ങനെ ഉയർന്നാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഏറ്റവും അവസാനമായി ഞാൻ ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ജഡ്ജിയോട് പൂർണ്ണമായ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ്. ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ ആരുമല്ല, ചേർത്ത് പിടിക്കുകയാണ്. ദയവ് ചെയ്ത് ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആ ന്യായാധിപൻ ന്യായയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനയ്ക്കകത്തും നിയമത്തിനകത്തും നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നെഞ്ചേറ്റാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജഡ്ജിമാർക്കുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വളരെ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്.